ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പേപ്പർ കപ്പ് വെച്ച് ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായ സാധനം ഒരു പേപ്പർ കപ്പ് വേണം. ഇത് ഞാനൊരു റെഡ് കളർ പെയിൻറ് അടിച്ചെടുത്ത പേപ്പർ കപ്പാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പശ വേണം, കത്രിക വേണം, ഒരു സ്കെച്ച് പെന്നോ മാർക്കറോ വേണം. പിന്നെ ഈ പൂവിൻ്റെ സ്റ്റെമ്മും ലീഫും ഉണ്ടാക്കാൻ വേണ്ടി 2 കളർ പേപ്പറോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ ഈ പേപ്പർ കപ്പിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. എല്ലാ പീസും ഒരുപോലെ ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ എല്ലാ പീസും നമ്മൾ നിവർത്തി വെക്കാൻ പോവാണ്. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടിരിക്കണം. ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെ ആക്കി വെക്കുക. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 2 കണ്ണും ഒരു വായും നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ പൂ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മതി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുരുട്ടി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പൂവും കമ്പും റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഇലയാണ് വേണ്ടത്. നമ്മൾ അടുത്ത് ഇനി ലീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു പേപ്പർ ജസ്റ്റ് മടക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേറൊരു ലീഫ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 ലീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, ഈ തണ്ടിൻ്റെ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുണ്ടാക്കിയ ഫ്ലവർ ഇതാണ്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ചെയ്തിട്ട് വീട്ടിലൊക്കെ വെക്കുക. അപ്പം നമുക്ക് വേറെ കളറും യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ റെഡാണ് എടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു ഫ്ലവറോടുണ്ട്. ഇതുപോലെ വെച്ച് കുറേ ഫ്ലവർ ഉണ്ടാക്കി നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ പറ്റും.